ഹായ്, ഞാനിവിടെ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു 1/2 കിലോ 600 ഗ്രാം അരിക്കുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 3 പച്ചമുളകും 1 ഇഞ്ച് വലുപ്പത്തിലെ ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഇത്രയും നന്നായി ചതച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇത് മൂന്നും കൂടെ ചേർത്ത് ചതച്ച് മാറ്റി വയ്ക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും 1/2 കപ്പ് വീതം നന്നായി ചോപ്പ് ചെയ്തെടുത്തത്. അത് രണ്ടും തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ അടുത്തത് വേണ്ടത് ഒരു 4 വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ട് കനം കുറച്ച് അരിയാൻ നോക്കുക. പിന്നെ ഞാനിവിടെ ഓൾറെഡി ബീഫ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഈ 1/2 കിലോ ബീഫാണ് ഇതിനകത്തുള്ളത്. അതിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, 1/2 കപ്പ് തൈര്, ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണിനടുത്ത് ഗരം മസാല. ഇത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായി ഒരു 1.5-2 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്ററിനകത്ത് വയ്ക്കുക, മാഗ്നേറ്റ് ചെയ്തിട്ട്. അതിന് ശേഷം നമുക്ക് വിസിൽ വയ്ക്കാം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാവുന്നതാണ്. അതിനൊരു പാത്രത്തിൽ ഒരു 1-1.5 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്യുക. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഒരു 600 ഗ്രാം അരി എടുത്തിട്ടുണ്ടാവും. ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓയിലും നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടിട്ടും ഫ്രൈ ചെയ്യാം കേട്ടോ. കാരണം കാഷ്യൂനട്ട് ഫ്രൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ രണ്ടും നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഓയിലിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് ഈ സവോള ഇത്തിരി മുരിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇളക്കിയാൽ ഒരുവിധം വേഗം തന്നെ മുരിഞ്ഞ് കിട്ടും. കാരണം ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സവോളയാണ്, ഈ വറുത്ത് വെച്ച സവോളയാണ്. അപ്പോൾ അതിന് പറ്റിയ പോലെ വേണം വറുത്തെടുക്കാൻ. സവോള നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് സവോള എടുത്ത് മാറ്റാം. ബാക്കി വരുന്ന ഓയിലിൽ തന്നെയാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. അരി കുക്ക് ചെയ്തെടുക്കും അതിന് മുമ്പ് ഇപ്പോൾ സവോള എടുത്ത് കഴിയുമ്പം ബാലൻസ് വരുന്ന ഓയിലിൽ നിന്ന് ഒരു കുറച്ച് ഓയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഇപ്പം സവോള ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ സവോള മാത്രമായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഓയിലും കുറച്ച് ഇതിലുള്ള ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. ബാക്കി ഓയിലിലേക്കാണ് നമ്മൾ ഇനി സ്പൈസസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ പാനിൽ തന്നെയാണ് കേട്ടോ റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓയിൽ ഒന്നുകൂടെ അടുപ്പ് കത്തിച്ച് ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു വിരൽ വലിപ്പത്തിലുള്ള പട്ട, പിന്നെ ഒരു 6 ഗ്രാമ്പൂ, ഒരു 5-6 ഏലക്കായ ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ്. ഞാൻ ഇതിൽ ഒരു 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. ജീരകശാല റൈസാണ് എടുത്തത്. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇനി വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവോളയിൽ നിന്നും കുറച്ച് സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കൊരു 1.5 ടീസ്പൂണിൻ്റെ അളവിൽ കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ. അത് ഈ റൈസ് ഓവർ കുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. പിന്നെ അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വാരി വെച്ച, ഇത് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. കുതിർത്ത് കഴുകി വാരി വെച്ച റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാവുന്നതാണ്.
ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. ഇതിപ്പം ഒട്ടാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ അടച്ച് വയ്ക്കാം. ഇനി നമ്മുടെ പ്രഷർ കുക്കർ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പം അല്പം വെള്ളം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റൗ ഒന്നുകൂടെ ഓണാക്കി ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ ഇത്തിരി വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, അപ്പം നമുക്ക് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് എണ്ണയുണ്ടല്ലോ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ കണക്കെ ഉണ്ടാകത്തുള്ളൂ. അതൊന്ന് ആഡ് ചെയ്യുക. കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള സവോളയും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് തിളച്ച് അല്പം വറ്റിച്ചെടുക്കുക. നന്നായി വറ്റിച്ച് പോകരുത്, കാരണം നമുക്ക് ദമ്മ് വയ്ക്കുമ്പം പിന്നെ ഗ്രേവി അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു ഗ്രേവി ടൈപ്പായിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി ദമ്മ് ചെയ്യാനാണ് പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ റൈസ് വേവിച്ച ആ പാത്രത്തിലാണ് ഞാൻ ദമ്മ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് റൈസ് എടുത്ത് മാറ്റിയിട്ട് ഗ്രേവി നമ്മൾ ബീഫ് അതിലേക്കാണ് ആഡ് ചെയ്തത്. അതിനുശേഷം ബീഫിന് പുറത്തേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ച അത് ആഡ് ചെയ്തു. അതിനുശേഷം അതിന് മുകളിൽ നമ്മുടെ കുക്ക് ചെയ്ത റൈസ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് റൈസ് സ്പ്രെഡ് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നുകൂടെ മല്ലിയിലയും പുതിനയിലയും മിക്സ് ആഡ് ചെയ്തു. പിന്നെ ഫ്രൈഡ് ഓണിയൻ, അതിനുശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചതിട്ടു. പിന്നെ അതിന് പുറത്തേക്ക് വീണ്ടും നമ്മൾ ബാക്കിയുള്ള റൈസ് കൂടെ ചേർക്കുക. അതിന് മുകളിലായിട്ട് മല്ലി പുതിന മിക്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ബാക്കിയുള്ള മുഴുവൻ ഫ്രൈഡ് ഓണിയനും ഇത്രയും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് ദമ്മ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മൈദ മിക്സ് തയ്യാറാക്കാം. മൈദ വെള്ളത്തിൽ കുഴച്ച് സൈഡ് നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കും. അതിനുശേഷം സ്റ്റവ് ഓൺ ചെയ്ത് സിമ്മിൽ വയ്ക്കാൻ മറക്കരുത്. ഒരു 10 to 15 മിനിറ്റ്സ് ആണ് ഞാൻ ദം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ മൈദ ഒന്ന് കട്ടിയായിട്ട് ഉണങ്ങി വരുന്നു എന്ന് തോന്നുമ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു കത്തിയോ മറ്റോ വെച്ച് ആ മൈദയൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് ദം പൊട്ടിക്കാവുന്നതാണ്. ഈ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.